നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ ഡൊണാൾഡ് ട്രംപിനെ പോലെ ഇത്രയധികം കോമാളിത്തരങ്ങൾ കാട്ടിക്കൂട്ടിയ മറ്റൊരാളുണ്ടോ എന്ന് സംശയമാണ്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരെല്ലാവരും തന്നെ വളരെ കാര്യഗൗരവമുള്ളവരും എല്ലാ വിഷയങ്ങളെയും അതീവ ഗൗരവത്തോടും കൂടി കാണുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ മോശമായ ഭാഷയിലും രീതിയിലുമൊക്കെയാണ് ട്രംപ് പ്രതികരിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഇറാനെതിരെ നടത്തിയ അസഭ്യ പരാമർശം പോലും, അതായത് സോഷ്യൽ മീഡിയയിൽ നടത്തിയ അസഭ്യ പരാമർശം പോലും വലിയ തോതിലുള്ള വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. ഒരിക്കലും ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു രാജ്യത്തെക്കുറിച്ച് ഇമ്മാതിരി തെറി ഭാഷയല്ല ഉപയോഗിക്കേണ്ടത് എന്നുള്ള വലിയ തോതിലുള്ള വിമർശനവും അന്ന് ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിലായി ട്രംപ് പ്രതിക്കൂട്ടിലായത് അദ്ദേഹത്തെ സ്വയം യേശുവായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. ആശുപത്രിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ട്രംപ് നിൽക്കുന്ന ഒരു ചിത്രമാണ്. ട്രംപിൻ്റെ ഉടൽ യേശു ക്രിസ്തുവിൻ്റെയും തല ട്രംപിൻ്റേതുമായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കയ്യിൽ വല്ലാത്തൊരു വെളിച്ചവും കാണാനുണ്ടായിരുന്നു. ഇത് എഐയുടെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത്. മാത്രമല്ല ഈ ചിത്രത്തിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളുടെയും മറ്റുമൊക്കെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് താൻ സ്വയം ഒരു ക്രിസ്തുവായി മാറിയിരിക്കുന്നു എന്ന രീതിയിലാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് മുന്നിൽ അവതരിച്ചത്. തനിക്ക് എല്ലാവരും ആശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന രീതിയിലായിരിക്കാം ഒരുപക്ഷെ ഈ രോഗശൈലിയിൽ കിടക്കുന്ന ഒരാളിൻ്റെ തലയെ കൈവച്ചുകൊണ്ട് യേശുക്രിസ്തു പണ്ട് രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ താനും സുഖപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് ട്രംപ് ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അതേസമയം ഈ ചിത്രത്തിനെതിരെ അതിരൂക്ഷമായ തോതിലുള്ള വിമർശനമാണ് പിന്നീട് ഉയർന്നത്. വിശ്വാസികളൊക്കെ തന്നെ ഇത് യേശുക്രിസ്തുവിനെ കളിയാക്കുന്നതിന് തുല്യമാണ് എന്ന രീതിയിലാണ് പ്രതികരിച്ചിരുന്നത്. ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്ന പ്രവൃത്തികളൊന്നും തന്നെ ക്ഷമയുടെ പര്യായമായ സ്നേഹത്തിൻ്റെ പ്രതീകമായ യേശുക്രിസ്തു ചെയ്യുന്നതുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് എന്ന് തന്നെയാണ് ജനം വിലയിരുത്തിയത്. പല രാജ്യങ്ങളിൽ നിന്ന് യുദ്ധം ചെയ്യുകയും അവിടുത്തെ ഭരണാധികാരികളെ പിടിച്ചുകെട്ടിക്കൊണ്ടുവരികയും അതുപോലെ നിരന്തരമായി ഭീഷണി മുഴക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി താൻ സ്വയം എങ്ങനെ യേശുക്രിസ്തുവായി മാറും എന്ന കാര്യം ചിന്തിക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും കുറിച്ചത്. ഏതായാലും ഈ വിമർശനം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മറ്റ് വഴികളില്ലാതെ ഈ പോസ്റ്റ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. പിൻവലിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതല്ലെങ്കിൽ വിശ്വാസികളെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തെ പഞ്ഞിക്കിടും എന്നുള്ള അവസ്ഥ എത്തിയപ്പോഴാണ് ഈ പോസ്റ്റ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന കോടിക്കണക്കിന് വരുന്ന എത്രയോ വിശ്വാസികൾ, അവരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിനെ അങ്ങേയറ്റം കളിയാക്കുന്നതായിട്ടാണ് ഈ ചിത്രീകരണത്തിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവർ ശക്തമായ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഒരുപക്ഷെ ഇത് ഇപ്പോൾ ലയോ 14 മാർപ്പാപ്പയുമായി ഡൊണാൾഡ് ട്രംപിന് ഈയിടെ ഉണ്ടായ ചില അഭിപ്രായ ഭിന്നതകൾ ഇതിൻ്റെ സാഹചര്യം ഒരുക്കിയോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. ലയോ 14 മാർപ്പാപ്പ നടത്തിയ ഈസ്റ്റർ ദിനത്തിലെ പരാമർശത്തിൽ, അതായത് ചോര പുരണ്ട കൈകളുള്ള വ്യക്തികൾക്ക് ദൈവത്തിന് അനുഗ്രഹം ലഭിക്കുകയില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചത് തന്നെക്കുറിച്ചാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് മാർപ്പാപ്പയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ലയോ 14 മാർപ്പാപ്പ അമേരിക്കക്കാരനാണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. ഭരണപരമായ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ മാർപ്പാപ്പ ഇടപെടേണ്ടതില്ലെന്നും മതപരമായ കാര്യങ്ങൾ മാത്രം ഇടപെട്ടാൽ മതി എന്നുമുള്ള രീതിയിലൊക്കെ ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മാർപ്പാപ്പയാകട്ടെ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഡൊണാൾഡ് ട്രംപിന് ഇത് തീരെ പിടിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് കൂടിയാകാം ഒരുപക്ഷെ ഇത്തരത്തിൽ തന്നെ സ്വയം ക്രിസ്തുവായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം നിർമ്മിക്കാൻ തൻ്റെ സഹായികൾക്ക് നിർദ്ദേശം നൽകിയത് എന്ന് തന്നെ വേണം കരുതാൻ. ട്രംപ് പറഞ്ഞത് തന്നെ ഒരു ഡോക്ടറായിട്ടാണ് ആ ചിത്രത്തിൽ അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ്. പക്ഷേ ഇതൊന്നും തന്നെ വിശ്വാസികൾ അംഗീകരിച്ചില്ല. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തന്നെ മനസ്സിലാവും ഡൊണാൾഡ് ട്രംപ് സ്വയം ക്രിസ്തു ചമഞ്ഞ് തന്നെയാണ് ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയെയും അതിൻ്റെ ഭാര്യ മിഷേൽ ഒബാമയെയും അങ്ങേയറ്റം കളിയാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഇതുപോലെ ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഒടുവിൽ അതും പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് ഡൊണാൾഡ് ട്രംപ് ചെന്നെത്തിയിരുന്നു. ട്രംപ് കാട്ടിക്കൂട്ടുന്ന ഈ വിക്രികളൊക്കെ തന്നെ ആഗോളതലത്തിൽ അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള നാണക്കേട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നേരത്തെ അദ്ദേഹം 1ാം തവണ പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിലുമൊക്കെ തന്നെ വളരെ മോശമായ പല കാര്യങ്ങളും അദ്ദേഹം നടത്തുകയും അതുവഴി അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഭാര്യ ഡൊണാൾഡ് ട്രംപിന് മുന്നിലെത്തിയപ്പോൾ അദ്ദേഹം ആ സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ അശ്ലീലം കലർന്ന ചില കമൻറ്റുകൾ അന്ന് പാസ്സാക്കിയിരുന്നു. ഇത് വല്ലാത്ത രീതിയിലുള്ള വിമർശനം അന്ന് ട്രംപിന് നേരിടേണ്ടിയും വന്നു. എല്ലാ വൃത്തികേടുകളും കാട്ടിക്കൂട്ടിയതിന് ശേഷം താനിത് തമാശയ്ക്ക് ചെയ്താണ്, വെറുതെ ചെയ്തതാണ് എന്നുള്ള ഓരോ ന്യായീകരണം എല്ലായ്പ്പോഴും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക പതിവാണ്. ഒരുപക്ഷെ അതേ യേശുക്രിസ്തുവായി വേഷം കെട്ടിയത് പോലും പിന്നീട് താനൊരു ഡോക്ടറായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് തടിതപ്പാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ശ്രമത്തെ വിശ്വാസികൾ പരാജയപ്പെടുത്തി എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും ഏറ്റവും അവസാനവും മാർപ്പാപ്പയ്ക്കെതിരെ വിമർശനം തന്നെയാണ് ട്രംപ് നടത്തിയത്. ഇറാൻ ആണവായുധങ്ങൾ നേടിക്കഴിഞ്ഞാലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മാർപ്പാപ്പയ്ക്ക് ഒന്നും അറിയില്ല എന്നും അതുകൊണ്ടാണ് താൻ ഇറാനെ നേടാൻ ഇറങ്ങുന്നത് എന്നുമൊക്കെയാണ് ട്രംപ് ഏറ്റവും ഒടുവിലായി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത്. ഏതായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു പരാക്രമങ്ങളൊക്കെ തന്നെ അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം.